നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 28-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ ആണ്ടിൽ യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ ഗിബെയോന്യനായ അസൂരിന്റെ മകൻ ഹനന്യാ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിന്റെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിന്റെ മുഖമൊടിച്ച് കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഒക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ യെക്കൊന്യാവെയും ബാബേലിലേക്ക് കൊണ്ടുപോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യാ പ്രവാചകനോട് പറഞ്ഞത്, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയമക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകൾ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ളുക. എനിക്കും നിനക്കും മുമ്പ് പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഹനന്യാ പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ആ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ, ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്തൊടിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകനോ തന്റെ വഴിക്ക് പോയി. ഹനന്യാ പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹനന്യാവോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, അതിനു പകരം നീ ഇരുമ്പ് കൊണ്ട് ഉള്ളൊരു നുകം ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ളൊരു നുകം ഞാൻ ഈ സകല ജാതികളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കേണ്ടി വരും. വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. പിന്നെ യിരെമ്യാ പ്രവാചകൻ ഹനന്യാ പ്രവാചകനോട്, ഹനന്യാവേ, കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല. നീ ഈ ജനത്തെ ഭോഷ്ക് ആശ്രയിക്കുമാറാക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും. ഈ ആണ്ടിൽ നീ മരിക്കും. നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹനന്യാ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു. വളരെ സംഭ്രമജനകമായ ഒരു അധ്യായമാണ് 22-ാം അധ്യായം. സിദെക്കീയാവിന്റെ വാഴ്ചക്കാലത്ത് യിരെമ്യാ പ്രവാചകൻ കഴുത്തിൽ ഒരു മരം കൊണ്ടുള്ള നുകം ഉണ്ടാക്കി നടന്നുകൊണ്ട് പ്രവചിക്കുന്നത് ഇസ്രായേൽ ബാബേൽ രാജാവിന്റെ നുകത്തിന്റെ കീഴിൽ 70 വർഷം കഴിയേണ്ടി വരും എന്നായിരുന്നു. അതിന്റെ സൂചനയായിട്ടാണ് അദ്ദേഹം ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്തുകൊണ്ടുപോയതും രാജാവായ യെക്കൊന്യാവെ പിടിച്ചുകൊണ്ടുപോയതുമെല്ലാം. എന്നാൽ സിദെക്കീയാവിന്റെ 4-ാം ആണ്ടിൽ 5-ാം മാസം ഹനന്യാ എന്നൊരു പ്രവാചകൻ യിരെമ്യാ പ്രവചിച്ചതിന് വിപരീതമായി പ്രവചിച്ച് നടക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞത്, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെക്കൊന്യാവെയും ദേവാലയ ഉപകരണങ്ങളെയും 2 വർഷത്തിനുള്ളിൽ മടക്കി കൊണ്ടുവരും എന്നാണ്. ബാബേലിന്റെ നുകം ദൈവം ഒടിച്ചു കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആ ബലത്തിൽ അയാൾ യിരെമ്യാവിന്റെ കഴുത്തിലെ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞു.
പക്ഷെ യിരെമ്യാവിന്റെ പക്ഷം ചേരാൻ ആരും ഉണ്ടായില്ല. യിരെമ്യാവ് ധൈര്യമായി വിളിച്ചു പറഞ്ഞു, ഇത് വ്യാജമാണ്, ആരും വിശ്വസിക്കരുത്. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. യിരെമ്യാവ് ഏകനായി അവിടം വിട്ടു പോയി. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി, നീ പോയി ഹനന്യാവോട് പറയേണ്ടത്, നീ വചനവിരുദ്ധമായി പ്രവചിച്ചതിനാൽ ഈ വർഷം തന്നെ നീ മരിക്കുമെന്നായിരുന്നു. അവൻ ജനത്തെ തെറ്റിക്കാൻ ശ്രമിച്ചത് ദൈവത്തിന് സഹിച്ചുകൂടായിരുന്നു. പ്രിയപ്പെട്ടവര്, ഒരാളൊരു പാപം ചെയ്യുന്നതിനേക്കാൾ ശിക്ഷാർഹമാണ് പാപം ചെയ്യിക്കുന്നത്. വേദപുസ്തകത്തില് ആഹാബിനെ കുറിച്ചും യൊരോബെയാമിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ളത് ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചവർ എന്നായിരുന്നു. ഇവിടെ ഹനന്യാവ് അങ്ങനെ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ, അതിനൊരളവുണ്ട്. പക്ഷേ അദ്ദേഹം ജനത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രവുമല്ല, ദൈവം പറയാതെ തന്നെ ദൈവം പറഞ്ഞുവെന്ന് പറഞ്ഞു നടക്കുകയാണ്. സംഭവിച്ചത് 7-ാം മാസത്തിൽ അയാൾ മരിച്ചു. ഈ വർഷം നീ മരിക്കും എന്നാണ് യിരെമ്യാവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു 7-ാം മാസം അദ്ദേഹം മരിച്ചു. 5-ാം സങ്കീർത്തനത്തിൽ യോഗ്യതയില്ലാത്തവൻ, കള്ളനോട് കൂടുന്നവൻ, വ്യഭിചാരിയോട് കൂടുന്നവൻ, ഭോഷ്ക് പറയുന്നവൻ വചനം വായിലെടുത്താൽ ദൈവം അവനെ കീറിക്കളയും എന്നുണ്ട്. നീതി ചെയ്തു ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെപ്പോലുള്ളവെന്ന് നീ നിരൂപിച്ചു, എന്നാൽ ഞാനിതൊക്കെ നിന്റെ കണ്ണിന് മുമ്പാകെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്നാണ് 5-ാം സങ്കീർത്തനം പറയുന്നത്. അത് ഈ ഹനന്യാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവം യിരെമ്യാവോട് കൂടെയുണ്ട്. യിരെമ്യാവ് ദൈവത്തിൻ്റെ സത്യപ്രവാചകനാണ്. യിരെമ്യാവ് പ്രവചിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും ബാബേലിലെ പ്രവാസം അത് തുടരുക തന്നെ ചെയ്യും. അത് ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയായിരുന്നു ദൈവം അങ്ങനെ ചെയ്തത്. പക്ഷേ ജനം അത് വിശ്വസിച്ചില്ല. അതൊരു ആകസ്മികമായ, ഒരു സ്വാഭാവികമായ ഒരു സംഭവമായി മാത്രം കരുതി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.